ഡസ്റ്റർ ക്വാളിറ്റിയുള്ള വണ്ടി ചോദിച്ചു വന്നവർക്കായിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അതും 96,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. വണ്ടി 16 മോഡലിൽ 3-ാം മാസമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി നല്ല സിൽവർ കളർ വണ്ടിയാണ്, നല്ല പ്രോപ്പർ ബോഡി ഷേപ്പുള്ള ഒരു വാഹനം എന്ന് പറയാം കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെയുള്ള വണ്ടിയാണ്. ആ കിലോമീറ്റർ ഒക്കെ ജെനുവൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കമ്പനി സർവീസ് വന്നിട്ടുള്ള വാഹനം. ഫ്രണ്ട് വശം നോക്കുമ്പോഴേ വളരെ നീറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് വശമാണ് വന്നിട്ടുള്ള. ഫോഗ് ലാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആഡ് ഓൺ വന്നിട്ടുണ്ട്. സൈഡിലേക്ക് പോകുമ്പോൾ അതിൽ എക്സ്ട്രാ നമുക്ക് കോസ്റ്റ്ലി അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി വണ്ടിയിൽ പ്രത്യേകിച്ച് എടുത്ത് കാണാനായിട്ടുണ്ട് കേട്ടോ. ടയറൊക്കെ നോക്കുമ്പോൾ 60 to 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയർ നോക്കുമ്പോൾ ഒരു പ്രീമിയം ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ബ്ലാക്ക് തീമിലുള്ള ഇന്റീരിയറാണ് വന്നിട്ടുള്ളത്. ഒരു ലൈറ്റ് ആയിട്ട് ചെറിയൊരു ഓഫ് ബീച്ച് കളറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ. എയർ ബാഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ ചിൽഡ് AC ഫോഡോ പവർ വിൻഡോ ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി ഇൻബിൽറ്റ് റൂഫ് റെയിൽസും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സൺ ഗാർഡുകളൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ നല്ല പ്രീമിയം ടച്ചുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് തീമിൽ തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ക്വാളിറ്റി വണ്ടി നമുക്ക് എല്ലാ കോർണറിലും കാണാനായിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴായാലും ഇവിടെ സ്പോയിലറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് വൈപ്പേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. RSL ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബാക്കിൽ ഒരു എക്സ്ട്രാ ബമ്പർ ഗാർഡോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിക്ക് ഒരു ഹെവിനെസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ സൈഡ് നോക്കുമ്പോഴായാലും പെർഫെക്റ്റ് ബോഡി ഷേപ്പ് എന്ന് തന്നെ പറയാം. ആ അലോയുടെ ഭംഗി വണ്ടിയിൽ മൊത്തത്തിൽ ഒരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന് എഞ്ചിൻ റൂം കാണിച്ചു തരാം. വണ്ടി അത്യാവശ്യം ഹെവി ബോണറ്റും കാര്യങ്ങളും വന്നിട്ടുള്ള. അതിനൊരു സപ്പോർട്ടായിട്ട് ഷോക്ക് ടൈപ്പ് സംഭവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അനായാസം പൊക്കി വയ്ക്കാം. വേറെ കുത്തി വയ്ക്കുന്ന കമ്പി കാര്യങ്ങളൊന്നും തപ്പി കിടക്കണ്ട. എഞ്ചിനൊക്കെ നോക്കുമ്പോഴായാലും പെർഫെക്റ്റ് എഞ്ചിൻ സൈഡാണ്. വേറെ അബ്രോണോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചില്ല. പെർഫെക്റ്റ് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. ഡീസൽ വാഹനങ്ങളിൽ ഏറ്റവും പെർഫോമൻസ് വൈസ് ആയാലും ഓടിയെത്താനായാലും പെർഫെക്റ്റ് ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ഈ വണ്ടി തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വണ്ടി കൊടുക്കാനുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.